അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം EMS എന്ന വിപ്ലവ ഇതിഹാസത്തിന് ശേഷം മലയാളിയായ MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. മുതിർന്ന PB അംഗത്തെ പരിഗണിക്കാൻ കേന്ദ്ര നേതൃത്വം ധാരണ എത്തിയതോടെയാണ് MA ബേബി ഈ പദവിയിലെത്തിയിരിക്കുന്നത്. 2012 മുതൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലുണ്ട്. ഇതോടെ EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തുന്ന വ്യക്തി എന്ന നേട്ടവും അദ്ദേഹത്തിന് സ്വന്തമായി. മലയാളി ബന്ധമുള്ള പ്രകാശ് കാരാട്ട് നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും അദ്ദേഹം ഡൽഹി ഘടകത്തെ പ്രതിനിധീകരിച്ചാണ് ഉന്നത പദവിയിലെത്തിയത്. MA ബേബി എത്തുന്നതോടെ പുതിയ മാറ്റങ്ങൾക്കും CPMൽ തുടക്കമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1954 ഏപ്രിൽ 5 കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അധ്യാപകനായിരുന്ന കുന്നത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ ഇളയവനാണ് ബേബി. പ്രാക്കുളം NSS ഹൈസ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ബേബി SFI, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളിൽ പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 32-ാം വയസ്സിൽ രാജ്യസഭാംഗമായ ബേബി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളിൽ ഒരാളായി മാറുകയും ചെയ്തു. CPM കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നു. കുണ്ടറയിൽ നിന്നും 2006 ആദ്യമായി കേരള നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 1974 SFI സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 1975 SFI കേരള ഘടകം പ്രസിഡന്റും 77 CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും 78 ഹവാനയിൽ നടന്ന ലോക യുവജന വിദ്യാർത്ഥി മേളയിൽ ഇന്ത്യൻ പ്രതിനിധിയും 79 SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായി. 83 DYFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, 84 CPM കേരള സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ പദവിയും അലങ്കരിച്ചു. 86 രാജ്യസഭാംഗവും രാജ്യസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളുമായി. രാജ്യസഭാ അധ്യക്ഷ പാനലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 98 വരെ രാജ്യസംഘമായിരുന്നു. 87 DYFI അഖിലേന്ത്യാ പ്രസിഡന്റും 89 CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായി. 89 സ്വരലയ രൂപീകരണവും 92 CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായും നിരവധി കാലം പ്രവർത്തിച്ചു. 97 UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗം നടത്തിയത് വളരെ ശ്രദ്ധേയമായിരുന്നു. മന്ത്രിയായിരിക്കെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ MA ബേബിക്ക് സാധിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി അംഗീകരിപ്പിക്കുകയും കൊച്ചി മുസിരിസ് ബിനാലേക്ക് തുടക്കമിടുകയും ചെയ്തത് അദ്ദേഹമാണ്. കലാകാര ക്ഷേമനിധി നിയമം പാസാക്കുകയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമനിർമ്മാണത്തിലൂടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2013 സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് അഭിനവ് രംഗമണ്ഡൽ ഏർപ്പെടുത്തിയ പ്രഥമ അർജുൻ സിംഗ് അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2006 മെയ് 18 മുതൽ 2011 മെയ് 18 വരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായിരുന്നു. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുവിദ്യാഭ്യാസം, സർവകലാശാല വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, കാർഷിക സർവകലാശാല ഒഴിച്ചുള്ള സർവകലാശാലകൾ, പ്രവേശന പരീക്ഷകൾ, NCC, സാംസ്കാരിക കാര്യങ്ങൾ, പുരാവസ്തു, മൃഗശാലകളും കാഴ്ച ബംഗ്ലാവുകളും, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നീ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൈരളി TVയിലെ ഉദ്യോഗസ്ഥയായ ബെറ്റി ലൂയിസ് ആണ് ഭാര്യ. അശോക് ഏക മകനുമാണ്.